ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ ഫ്രം wikimargin.com. ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തി തരുന്നത് സൗദി അറേബ്യയിലെ പ്രശസ്തമായ ഒരു മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയായ വിർജിൻ മൊബൈലിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചാണ്. വിർജിൻ മൊബൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. 2012 സൗദി അറേബ്യയിൽ ലോഞ്ച് ചെയ്തത്. ഇതിനു മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ടി മൊബൈലുമായി അവർ മെർജ് ചെയ്തിട്ടാണ് വിർജിൻ മൊബൈൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇവർക്ക് വേണ്ട നെറ്റ്വർക്ക് സപ്ലൈ ചെയ്യുന്നത് സൗദി അറേബ്യയിലെ പ്രശസ്ത മൊബൈൽ കമ്പനിയായ സൗദി ടെലികോം കമ്പനിയാണ് ഇവർക്ക് വേണ്ട നെറ്റ്വർക്ക് സപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സ്പെഷ്യാലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു നമ്പർ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതായത് നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും നമ്പർ, നമ്മുടെ കാറിൻ്റെ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും നമ്പർ നമുക്ക് ഓൺലൈനായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ആ നമ്പർ തന്നെ നമുക്ക് നമ്മുടെ സിമ്മിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ആദ്യമായിട്ട് അവരുടെ വെബ്സൈറ്റിലോട്ട് നമ്മൾ പ്രവേശിക്കണം. അതിന് അവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് www.virginmobile.sa. ഇത് അവരുടെ വെബ്സൈറ്റ്. ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് കളർ കാണുന്നതാണ് ഇത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷന്. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് ചൂസ് യുവർ യൂണിക് 0570 നമ്പർ. അത് ഈ മൊബൈൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0570 എന്ന നമ്പറിലാണ്. അതിനുശേഷം വരുന്ന 6 നമ്പറാണ് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നമ്പറുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഇഷ്ടമുള്ള നമ്പർ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് നോക്കുക. ഉദാഹരണമായിട്ട് 90909. ഈ നമ്പർ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ സെർച്ച് എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ നമ്പർ കിട്ടിക്കോളണം എന്നില്ല. നമ്മളെ ഫേവറേറ്റ് നമ്പർ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാമെന്ന് മാത്രം. ഇപ്പോൾ ഇത് അവരുടെ സിൽവർ പ്ലാനിൽപ്പെട്ടതാണ്. ഈ നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ 400 റിയാൽ കൊടുത്താൽ മാത്രമേ ആ നമ്പർ കിട്ടുള്ളൂ. അതുപോലെ കുറേ നമ്പറുകളെ അവരിവിടെ ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്. ഈ നമ്പറുകൾക്കെല്ലാം നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങണം. അവരുടെ സിൽവർ പ്ലാനിൽപ്പെട്ടാണ്. കുറച്ചുകൂടെ നല്ല ഫേവറേറ്റ് നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ 2000 റിയാൽ കൊടുക്കേണ്ടി വരും. 5000 റിയാലിൻ്റെയും 10,000 റിയാലിൻ്റെയും നമ്പർ. പക്ഷെ നമ്മൾ അതൊന്നുമല്ല ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ഇഷ്ടമുള്ള ഒരു നമ്മളെ വണ്ടിയുടെ നമ്പറോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന മൊബൈലിൻ്റെ അവസാനത്തെ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മൊബൈലിൻ്റെ അവസാനത്തെ നമ്പറോ ഏത് വേണമെങ്കിലും നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നമ്പർ ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. 895. ഇത് വെച്ചിട്ട് നമ്മളൊന്ന് സെർച്ച് ചെയ്യാണ്. ഓക്കെ, ഇത് സെർച്ച് ചെയ്യുമ്പോൾ ഈ നമ്പർ തീർച്ചും ഫ്രീ ആണ്. 995895. അപ്പോൾ ഈ നമ്പർ വരിക 0570. അതിനുശേഷം വരുന്ന 995895. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് നമ്പറാണ്. ഈ നമ്പർ എനിക്ക് ഫ്രീ ആയിട്ട് ഇവിടെ കിട്ടും. അപ്പോൾ ഇതിനൊരു ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് നമ്മൾ അവർ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഈ ഗെറ്റ് ഇറ്റ് നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അവർ പറയുന്നുണ്ട് എക്സലൻറ്റ് ചോയ്സ്. ഈ നമ്പർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. We know your number is precious. Don't worry, you still have 29 minutes to finish your booking. ഈ നമ്പർ നമുക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഫൈസൽ NK. ഞാൻ എൻ്റെ പേര് അടിക്കുന്നുണ്ട്. അതിനുശേഷം നാഷണാലിറ്റി ഇവിടെ സെലക്ട് ചെയ്ത് നമ്മൾ നാഷണാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇന്ത്യ. ടൈപ്പ് ഓഫ് ഐ ഡി ഇവിടെ സൗദി അറേബ്യയിൽ ഉള്ള ID ഒന്നുകിൽ ഇക്കാമയോ അല്ലെങ്കിൽ വിസിറ്റ് വിസയോ. ഒന്നുകിൽ വിസിറ്റ് വിസയിൽ വന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന ഇക്കാമയിലുള്ള ആളായിരിക്കും. ഇക്കാമയിലുള്ള ആളാണെങ്കിൽ ആ ഇക്കാമ നമ്പർ 10 നമ്പറുള്ള നമ്പർ അടിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ വിസിറ്റ് വിസയിലാണെങ്കിൽ വന്നതാണെങ്കിൽ എയർപോർട്ടിൽ നിന്നും അവർ തരുന്ന നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഞാൻ എൻ്റെ കേസിൽ ഇക്കാമ നമ്പറാണ്. ഞാൻ എൻ്റെ ഇക്കാമ നമ്പർ എൻ്റർ ചെയ്തു. ഓക്കെ, ഇത് ഈ സൈഡിൽ നോക്കി നിങ്ങൾക്ക് അറിയാം, ഇത് നമ്മൾ എൻ്റർ ചെയ്യുന്ന എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പച്ച കളറ് ബട്ടണ് അത് എനേബിൾ ആയി വരുന്നതാണ്. അതിന് ശേഷം ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പർ ഇത് വളരെ കൃത്യമായിട്ട് കൊടുക്കണം. കാരണം ഈ നമ്പറിലോട്ടാണ് ഒരു കോഡ് നമുക്ക് അയച്ചു തരിക. ആ കോഡ് നമ്മൾ അവരുടെ ഷോപ്പ് കാണിച്ചു കൊടുത്താലാണ് ഈ നമ്പർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ആ നമ്മുടെ ഉള്ള മൊബൈലിൻ്റെ നമ്പർ ഇപ്പോൾ കറക്റ്റായിട്ട് കൊടുക്കണം. അതും കൺട്രി കോഡ് അടക്കം കൊടുക്കണം. 00 ഓൾറെഡി അവിടെയുണ്ട്. അതിന് ശേഷം വരുന്ന 966 എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, 5087219757. ഓക്കെ, അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാലും അതിനുശേഷം വീണ്ടും ഇമെയിൽ അഡ്രസ്സ് ഒന്നുകൂടെ അവരെ കൺഫർമേഷന് വേണ്ടിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രൊവിൻസ് സെലക്ട് ചെയ്യണം. നമ്മൾ ഏത് ഭാഗത്താണ് ഉള്ളവരാണ്, സെൻട്രൽ റീജിയനിൽപ്പെട്ടാണോ, വെസ്റ്റേൺ റീജിയൻപ്പെട്ടാണോ, നോർത്തേൺ ഏതാണെന്ന് സെലക്ട് ചെയ്യപ്പെടുക. അപ്പോൾ എൻ്റെ കേസ് ഞാൻ വെസ്റ്റേൺ റീജിയൻപ്പെട്ട ആളായതുകൊണ്ട് വെസ്റ്റേൺ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സിറ്റി സെലക്ട് ചെയ്യണം. ജിദ്ദയാണോ, മക്കയാണോ, മദീനയാണോ, തായിഫാണോ എന്നുള്ളത് ജിദ്ദ സെലക്ട് ചെയ്തു. അതിന് ശേഷം ഇവിടെ ഒരു ചെറിയ നമ്പർ കാണാം, ഒരു ക്യാപ്ച. ഇത് നമ്മൾ വളരെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യണം. അതൊരു സെക്യൂരിറ്റി കോഡാണ്, 2770. അതിനുശേഷം നമ്മൾ കൺഫേം ആണെന്നുള്ളതിന് ഇവിടെ ടിക്ക് ചെയ്ത ശേഷം അടുത്ത നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബുക്കിംഗ് ഈ നമ്പർ എനിക്ക് കിട്ടുന്നതാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അവർ കോണ്ടാക്ട് ഇൻഫർമേഷന് എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, ഇക്കാമ നമ്പറിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഈ നമ്പറിലായിരിക്കും അവർ സിം ഇഷ്യൂ ചെയ്യുക. എൻ്റെ കറണ്ട് നമ്പർ ഇവിടെ ഉണ്ട്, ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, ഏത് ഭാഗത്തുപ്പെട്ടാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ, കൺഫേം എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, കൺഗ്രാജുലേഷൻ ഫോർ യുവർ ബ്രാൻഡ് ന്യൂ നമ്പർ. ഈ നമ്പർ ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനുള്ളൊരു കൺഗ്രാജുലേഷൻസ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കൊരു മെസ്സേജ് ഇപ്പോൾ അയച്ചിട്ടുണ്ട്. എൻ്റെ മൊബൈലിൽ ഞാൻ സേവ് ചെയ്ത ആ മൊബൈലിനകത്ത് എനിക്കിപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജിനകത്ത് ഒരു കോഡ് അവർ വിട്ടിട്ടുണ്ട്. ആ കോഡ് കൊണ്ട് നമ്മൾ അവരുടെ ഏതെങ്കിലും ഷോപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റീസെല്ലർ ഷോപ്പിൽ, അതോ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഏതെങ്കിലും STCയുടെ മെയിൻ ബ്രാൻഡ് ഓഫീസുകളിൽ പോലും ഈ സിം നമുക്ക് പോയാൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ആ കോഡ് കാണിച്ചു കൊടുത്താൽ ഈ കറക്റ്റ് നമ്പർ തന്നെ നമുക്ക് ലഭിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ എനിക്ക് എൻ്റെ സിം പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ പാക്കറ്റിനകത്ത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് സത്യത്തിൽ നമ്മൾ ഒരു നമ്പറാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നതും കൂടി നമുക്ക് രണ്ട് സിം നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഒരു സിമ്മിൻ്റെ കൂടെ 2 സിം നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. എല്ലാം ഒരേ സെയിം പാക്കേജിൽ പെട്ടതാണെങ്കിൽ കൂടി ഒരു സിമ്മ് മൈക്രോ സിമ്മും മറ്റൊരു സിമ്മ് നാനോ സിമ്മും നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സിമ്മിൻ്റെ അകത്തുള്ള എല്ലാം കാണിച്ചു തരാൻ പോവാണ്. ഈ സിമ്മിൻ്റെ പുറത്തെ കവറിനകത്ത് ഇതേപോലെ തന്നെ കുറച്ച് ഭംഗിയായിട്ടുള്ള ഒരു കവറ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്പർ 2 എന്നല്ല എഴുതിയിട്ട്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം അതിനകത്ത് എന്താണ് ഉള്ളതെന്ന്. തുറക്കുമ്പോൾ തന്നെ വളരെ ഒരു 1 എന്ന് എഴുതിയിട്ടും അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബുക്ക്ലെറ്റും കുറച്ച് സ്റ്റിക്കേഴ്സും അവർ അകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അതിനകത്താണ് സിമ്മുകൾ കിടക്കുന്നത്. ഇത് സ്റ്റിക്കേഴ്സാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊബൈലിലോ എവിടെയെങ്കിലും ഒട്ടിക്കാം. ഈ ഒരു സിമ്മിൻ്റെ അതേ നമ്പറിൽ തന്നെ എല്ലാ 3 സിമ്മുകളും ഒരേ നമ്പറിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. 2 ഡാറ്റ സിമ്മും 1 നമുക്ക് മൊബൈലിനകത്ത് കോൾ ചെയ്യാൻ പറ്റുന്ന സിമ്മാണ്. ഇത് 2 ഡാറ്റ സിമ്മാണ്. ഒന്ന് ഒരു മൈക്രോ സിമ്മും നമ്മൾ മൊബൈലുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ടാബിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന
മൈക്രോ സിമ്മും, മറ്റത് ഒരു നാനോ സിമ്മാണ് നമ്മുടെ ഐഫോണുകളിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഐഫോൺ. ഇത് നമ്മുടെ സാധാ മൊബൈലിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കോളിംഗ് സിമ്മ്. അങ്ങനെ ടോട്ടൽ ഒരു മൊബൈലിൻ്റെ കൂടെ തന്നെ 2 സിമ്മ് എക്സ്ട്രാ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. നമുക്ക് ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അല്ലാതെ തന്നെ ഇത് ഓട്ടോമാറ്റിക് അത് ആൾറെഡി കട്ട് ചെയ്തിട്ടാണ് അവർ അതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അവിടുന്ന് പ്രസ് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മളെ മൊബൈലിനകത്ത് ഇൻസേർട്ട് ചെയ്താൽ മതി. ഇത് നമ്മളെ സാധാ സിമ്മാണ്. ഈ സിമ്മ് ഇതേപോലെ ജസ്റ്റ് സാധാരണ സിമ്മിൻ്റെ ഉപയോഗം നടക്കും. അതിൻ്റെ കൂടെ വരുന്ന ഈ 2 സിമ്മുകളിൽ ഒന്ന് നാനോ സിമ്മും ഒന്ന് മൈക്രോ സിമ്മുമാണ്. ഇതെല്ലാം അവർ വളരെ കൃത്യമായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ അതിനകത്ത് ബോക്സിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല.